ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ലോഗ്. ഗൈസ്, ഇന്ന് ഞങ്ങൾ സിനിമ കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ രഞ്ജിത്തും ഉണ്ട്. അത് വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. വഴിയിലെവിടെയും വെച്ച് കാണുമായിരിക്കും. വഴിയിലൂടെ വെച്ച് കാണുമോ, വന്നല്ലേ കയറാൻ പറ്റുള്ളൂ. അതിലാണ് ടിക്കറ്റ് ഉള്ളത്. ഗൈസ്, ഇന്ന് ഉച്ച വരെ വൈകിട്ട് വരെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു സിനിമ കാണാൻ പോകണമെന്നുള്ളത്. രാവിലെ ഉച്ചയൊക്കെ ഇപ്പോൾ റീൽസ് വന്നിരുന്നു. അതായത് നമ്മളെ ശശാംബ്രോയുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെയും ഒരു റിവ്യൂ ഉണ്ടായിരുന്നു, മറ്റേ കാന്ത സിനിമയുടെ. അപ്പോൾ അത് കണ്ടപ്പം തൊട്ട് സിനിമ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വൈകിട്ടായപ്പോഴാണ് ഫിക്സ് ആയത്. അവൻ രഞ്ജിത്ത് വിളിച്ചിട്ട് സിനിമ കാണാൻ പോകാമെന്ന് ചോദിച്ചപ്പം ഓക്കെ അങ്ങനെ പോകാമെന്നുള്ളൊരിതാണ് ഗൈസ്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് വെച്ച് കണ്ടിട്ട് ബാക്കി വീഡിയോ എടുക്കും. അവൻ വന്നിട്ടുണ്ട്, അതാ അവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് വരൂല. മനസ്സിലായ വെറുതെ പോയില്ലേ? ഇല്ലല്ലേ, ഞാൻ ചുമ്മാ ഇറങ്ങി നടക്കാന്നുള്ള ഇത്. അയ്യോ മതിയോ വന്നിട്ടുണ്ട്. ഭ്രാന്തനാണ്, വെറും ഭ്രാന്തനാണ്. സമയത്തിന് വരാൻ വെറുതെ വരൂല. ഒരു കിലോമീറ്റർ ഒക്കെ നടന്നൊക്കെ പോയി. നിന്റെ വീടിന്റെ അങ്ങോട്ട് വന്നിട്ട് 1 മണിക്കൂർ നടന്നതിന്റെ ഇത്രയും വന്നില്ല. അല്ലെ സിനിമയെ പറ്റി വല്ല ഹൈപ്പ് ഉണ്ടോ എനക്ക്? എല്ലാത്തിനും പടമെന്ന് പറയണം. പിന്നെ ശതാബ്ദി റിവ്യൂ ഉണ്ട്. ഞാനും ശശാമ്പിന്റെ ശശാം ബ്രോയിലെ സീക്രട്ട് ഏജന്റ് ഇതാണ് കണ്ടത്. ഞാൻ ഇന്ന് റീലെടുത്ത് നോക്കിയപ്പോൾ ശശാമ്പിന്റെ കണ്ടു. പുള്ളിക്കാരനെ കണ്ടപ്പോഴാണ് എനിക്ക് കാണണമെന്ന് തോന്നിയത്. എന്തായാലും അങ്ങോട്ട് പോയി, എന്തായാലും ഇറങ്ങി വെച്ചത്. ഇത് ഇത്രയും എടുത്ത വീഡിയോ കേൾക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോളാം. കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കാണാം. കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിയേറ്റർ എത്തിയിട്ടുണ്ട്. ന്യൂ തിയേറ്ററാണ് സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു വന്നോന്ന് ഞാൻ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ന്യൂ തിയേറ്ററിൽ നിന്ന് തന്നെ. സിനിമ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്നത് ന്യൂ തിയേറ്ററിലാണ്. ഇപ്പോൾ 9:30 ഷോ വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 9:27 എന്തായാലും അങ്ങോട്ട് കയറിയിട്ട് വരാം. അവൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ളത് ഈ സാധനത്തിൽ നിന്നാണ്, ന്യൂ തിയേറ്റർ സ്ക്രീൻ 2. അതാണ് കൂടുതലും ഞാൻ എപ്പം ബുക്ക് ചെയ്താലും പറഞ്ഞത്. വീട്ടിൽ നിന്നായാലും എവിടെ നിന്ന് വന്നാലും അങ്ങനെയാണ്. എന്തായാലും കേസ് അങ്ങോട്ട് സിനിമ കണ്ടിട്ട് വരാം. സിനിമ കാണാൻ കയറി. ഈ സിനിമയെ കണ്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. തിയേറ്ററിൻ്റെ അവിടെ വെച്ചല്ലേ വ്ളോഗ് എടുക്കുന്നത്. കാരണം അത് തിയേറ്ററിൻ്റെ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഞാനും അവനും കൂടെ ക്ലൈമാക്സും ബാക്കി സിനിമയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചൊന്നും ഈ വ്ളോഗിൻ്റെ കേസ് മറന്നുപോയായിരുന്നു പകുതി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ട് ബാക്കിൽ ആൾക്കൂട്ടം കാണുന്നില്ല. അവിടെയാണ് നിങ്ങൾ രാത്രി 12 മണിക്ക് ശേഷം ചായ കുടിക്കണമെങ്കിൽ അവിടെ വന്നാണ് ചായ കുടിക്കണം. അവിടെ ചെറിയ ലാഗുണ്ട് ചായ അടിച്ചേരും, അത്രേ ഉള്ളൂ. കാരണം ചായയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് എടുത്തപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഓർത്ത സംഭവം. ഞാൻ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കിടില സിനിമയാണ്. പ്രത്യേകിച്ച് കിടില സിനിമയാണ്. ദുൽഖറിൻ്റെ ഈ ലെവലിലുള്ള അഭിനയം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഒരു സിനിമയിൽ. പുള്ളിക്കാരൻ്റെ കരിയറിൽ തന്നെ കിടില സിനിമയിൽ ഒന്നാണ് ഈ കിടില സിനിമ എന്നുവെച്ചാൽ ആക്ടിങ് സൂപ്പറാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ആക്ടിങ്ങാണ്. പഴയകാല ചിത്രം പോലെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരണത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഇനി തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടു നോക്ക്. ഒരു പഴയകാല ചിത്രം പോലെയാണ് തോന്നിയത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങാണ്. ഒന്നും പറയാല്ലേ, സത്യമായിട്ടൊന്നും പറയാല്ല. കിടില സിനിമ അത്രയേ ഉള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വരാം. കാരണം വെച്ചാൽ ദുൽഖറിൻ്റെ ഒരു വേറിട്ട അഭിനയം കാണണമെന്നുള്ളവർക്ക് അങ്ങനെ വന്നിരുന്ന് കാണാം. അല്ലാത്തൊരു OTT 1-2 മാസമൊക്കെ ആകുമ്പോൾ എന്തായാലും OTT വരും. അപ്പോൾ അങ്ങനെ പോയിരുന്ന് കാണുന്നതായിരിക്കും ബെറ്ററല്ല, അങ്ങനെ പോയിരുന്ന് കാണുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഓക്കെ ആവും. പിന്നെ അല്ല ദുൽഖറിൻ്റെ ഒരു ആക്ടിങ് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് മസ്റ്റ് വാച്ചായിട്ട് കാണേണ്ടതാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ചായ കുടിച്ചിനിപ്പോൾ എന്തായാലും ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ട് ഇവിടെ. 2.5-3 മണിക്കൂർ അവിടെ ഇരുന്നിട്ടൊന്നും മഴയാണോ വെയിലാണോ എന്തിനാണ്, മഴയാണോ രാത്രിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടിയിരുന്നു. വെയിലല്ല, വെയിൽ മാറിപ്പോൾ. വെയിൽ രാവിലെയാണ് പറഞ്ഞത്, ഇപ്പോൾ രാത്രിയാണ്. അപ്പം
എന്താ പറയുക, ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് ഉറങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തിറങ്ങണ ബെല്ലൈക്കനും കൂടെ ഒന്ന് കുത്തി പൊട്ടിച്ചോണം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഓക്കെ ബൈ.